എല്ലാ കൂട്ടുകാർക്കും വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കൗരവരെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചുമാണ് കേട്ടോ. ഈ രണ്ട് കൂട്ടരെക്കുറിച്ചും ഒരുപാട് തർക്കങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണിത്. അതായത് പാണ്ഡവരുടെ ഭാഗത്താണോ ശരി, കൗരവരുടെ ഭാഗത്താണോ ശരി എന്നതിനെക്കുറിച്ചാണ് തർക്കം. പൊതുവെ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ, അതായത് ധർമ്മിഷ്ഠര് എന്നറിയപ്പെടുന്നത് പാണ്ഡവരാണ്. എന്നാൽ ഇന്ന് കൗരവപക്ഷം ചേർന്ന് സംസാരിക്കുന്ന ആളുകളാണ് കേട്ടോ കൂടുതലും. അതിന് അവർ നിരത്തുന്ന ഒരുപാട് കാരണങ്ങളുമുണ്ട്. അതായത് പാണ്ഡവരുടെ മേലെ ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അതൊന്ന് വിശകലനം ചെയ്ത് വിലയിരുത്താം, ശരിക്കും ആരുടെ ഭാഗത്തായിരുന്നു ശരി തെറ്റ് എന്നൊക്കെ. ആദ്യം തന്നെ പാണ്ഡവർക്ക് മേലെ ആരോപിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചെന്നാൽ, പാണ്ഡവർ എന്തിനാണ് ഹസ്തിനപുരത്തിൽ അവകാശം ചോദിച്ച് ചെല്ലുന്നത്? കുന്തിക്കും അവരുടെ 5 മക്കൾക്കും ഹസ്തിനപുരത്തിൽ എന്ത് അവകാശമാണുള്ളത്? ദുര്യോധനന്റെ പക്ഷം ചേരുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അവർ ഹസ്തിനപുരത്തിലോട്ടല്ലാതെ വേറെ എങ്ങോട്ടാണ് പോകേണ്ടത്? അതായത് ഈ ദുര്യോധനന്റെ അച്ഛനായ ധൃതരാഷ്ട്രരുടെ സഹോദരന്റെ ഭാര്യയും മക്കളുമാണ്. അവർക്കും അവിടെ തുല്യ അവകാശം തന്നെയാണുള്ളത്. അവകാശം ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കുന്തിയുടെ മക്കള് ദേവന്മാരിൽ നിന്നും കിട്ടിയതല്ലേ, അല്ലാതെ പാണ്ഡുവിൻ്റെ മക്കളല്ലല്ലോ എന്നാണ്. ഈയൊരു കാരണം കൊണ്ട് പാണ്ഡവർക്ക് അവകാശമില്ല എന്ന് പറയാനാണെങ്കിൽ പുരാണ കഥകളിൽ പലർക്കും ഒന്നിലും അവകാശം ഉണ്ടാവത്തില്ല. കാരണം പുരാണ കഥകളിൽ പലയിടത്തും ഇങ്ങനൊരു രീതി സർവ്വസാധാരണമാണ്. അതായത് ദേവന്മാരിൽ നിന്നും വരപ്രസാദമായിട്ടൊക്കെ സന്താനപ്രാപ്തി ഉണ്ടാവുന്നത്. ഇവിടെ പാണ്ഡുവിൻ്റെയും കൂടി ഇഷ്ടപ്രകാരമാണ് കുന്തി ദേവന്മാരിൽ നിന്നും പുത്രന്മാരെ പ്രാപ്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പഞ്ചപാണ്ഡവർക്ക് തീർച്ചയായും അവിടെ അവകാശം ഉണ്ട്. പിന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യം, സ്വന്തം ഭാര്യയെ ആരെങ്കിലും പണയം വെക്കുമോ? യുധിഷ്ഠിരൻ ചെയ്തത് തെറ്റല്ലേ? അതേ, തെറ്റാണ്. തീർച്ചയായും വളരെ വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ എത്ര നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായാലും, എത്ര നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിലും ചില സമയത്ത് നമുക്ക് ചില ദുർബുദ്ധി തോന്നാം. അത് സാഹചര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും ചിലപ്പോൾ. ഇവിടെ ചൂതുകളിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ശകുനിയുടെ കുബുദ്ധിയായിരുന്നു. മനഃപൂർവ്വം പാണ്ഡവരെ അകപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി മെനഞ്ഞ തന്ത്രമായിരുന്നു. ചൂത് കളിക്കുമ്പോൾ ആദ്യം ദുര്യോധനനായിരിക്കും പണയം വെക്കുന്നത്. എന്നിട്ട് അതേ മൂല്യമുള്ള വസ്തു തന്നെ യുധിഷ്ഠിരനും പണയം വെക്കണമെന്ന് പറയും. അതായത് ദുര്യോധനനാണ് ആദ്യം തൻ്റെ ഭാര്യയെ പണയം വെക്കുന്നത്. എന്നിട്ട് അതേ മൂല്യമുള്ള വസ്തു തന്നെ യുധിഷ്ഠിരനും പണയം വെക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിന് നിർബന്ധിതനാക്കി. ആ ഒരു സമയത്ത് അവരും കൂടുതലൊന്നും ആലോചിക്കാതെ ഇവരുടെ ചതിയിൽ വീഴുകയായിരുന്നു. ഈ ഒരു കാര്യത്തിൽ പോലും പലരും ദുര്യോധനനെ പിന്തുണയ്ക്കുന്നുണ്ട്. യുധിഷ്ഠിരനല്ലേ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, യുധിഷ്ഠിരൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ ഇവരെ ചതിയൊരുക്കി മനഃപൂർവ്വം അതിലവരെ വീഴ്ത്തുകയായിരുന്നു. ചതിയൊരുക്കിയവരെയല്ല, നേരെ മറിച്ച് അതിലകപ്പെട്ടു പോയവരെയാണ് പലരും ഇന്ന് പഴിചാരുന്നത്. ഇനി പാണ്ഡവരെക്കുറിച്ചുള്ള കുറ്റമായിട്ട് മൂന്നാമത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പാണ്ഡവർ യുദ്ധത്തിൽ ചതി പ്രവർത്തിച്ചില്ലേ? ചതി പ്രവർത്തിച്ചല്ലേ അവർ വിജയിച്ചത്? അതെ, പാണ്ഡവർ ചതി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു കുറ്റമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം മറുഭാഗത്തുള്ളവർ 100% സത്യസന്ധത പുലർത്തുന്നവരല്ല. ഒരു പക്ഷേ പാണ്ഡവരെ ചതി പ്രവർത്തിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഉറപ്പായിട്ടും കൗരവർ ചതി പ്രവർത്തിക്കും. അഭിമന്യുവിനെ വധിച്ച സമയത്ത് തന്നെ ഇവർ ഒരുപാട് ചതി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് യുദ്ധ നിയമങ്ങളെ ലംഘിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചതി കാണിക്കാനായിട്ട് ഇവർക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതിനേക്കാളും ഒരുപടി മുന്നേ തന്നെ പാണ്ഡവർ അങ്ങോട്ട് ചതി കാണിച്ചു. അർജുനന്റെ സാരഥിയായി ഇരുന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് വഴി തെളിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചതിയന്മാരെയാണ് ചതി കൊണ്ട് തന്നെ നേരിട്ടത്. അതുകൊണ്ട് ഇവിടെ പാണ്ഡവർ ചതി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പുറത്തുള്ള കൗരവർ, അതായത് ദുര്യോധനാദികൾ പൂർണ്ണമായും ധർമ്മിഷ്ഠരായിരുന്നു എങ്കിൽ മാത്രമേ പാണ്ഡവർ ചതി പ്രവർത്തിച്ചത് തെറ്റാകുന്നുള്ളൂ. മറുഭാഗത്തുണ്ടായിരുന്നത് ചതിയന്മാരുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ശകുനി. ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഉപരി തൻ്റെ കുശാഗ്ര ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു ശകുനി. എന്നാൽ ആ ബുദ്ധിയെയും തകർക്കാൻ കെൽപ്പുള്ള ആളായിരുന്നു മറുഭാഗത്ത് ആയുധം പോലും എടുക്കാതെ അർജുനന്റെ സാരഥിയായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. പാണ്ഡവർ ചതി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ കൗരവരുടെ ചതിയാണ് കാര്യങ്ങൾ യുദ്ധം വരെ കൊണ്ടെത്തിച്ചതെന്നും യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്നും ഓർക്കണം. എന്നിട്ട് പോലും യുദ്ധം ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമം നടത്തിയതാണ്. ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി കൗരവരുടെ അടുത്ത് ചെന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഭൂമി എത്ര താഴോട്ട് അളന്ന് ചോദിച്ചിട്ട് പോലും ഒരു തരി മണ്ണ് പോലും പാണ്ഡവർക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു ദുര്യോധനാദികൾ.
യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോൾ മാത്രമാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. അർജുനന്റെ രഥത്തിന്റെ കടിഞ്ഞാണ് കയ്യിലെടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ആ യുദ്ധത്തിന്റെ മൊത്തം നിയന്ത്രണമാണ് കയ്യിലെടുത്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കഴിവതും യുദ്ധം ഒഴിവാക്കുക എന്ന് തന്നെയാണ്. കാരണം യുദ്ധം കൊണ്ട് കൂടുതലും നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. യുദ്ധം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കൗരവരുടെ അടുത്ത് ശ്രീകൃഷ്ണൻ ഒത്തുതീർപ്പിന് വേണ്ടി പോയതും. പക്ഷെ അവിടെയും കൗരവര് അവരുടെ പിടിവാശി കൈവിട്ടില്ല. മക്കള് അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ തിരുത്തി നേർവഴി കാണിക്കാതെ അവരുടെ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അവർ തന്നെ അവർക്ക് നാശമായി മാറുകയും ആ നാശം കൺമുന്നിൽ കാണേണ്ടി വരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീകമായി മാറുകയാണ് ഇവിടെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും. അപ്പോൾ നിങ്ങളിതിൽ ആരുടെ പക്ഷത്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൗരവരുടെയാണോ പാണ്ഡവരുടെയാണോ എന്ന്. അതിൻ്റെ കാരണവും പറയണേ. അരക്കില്ലവുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ജയ് ശ്രീ രാധേ കൃഷ്ണ.